പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സാഖ്യയോഗങ്ങളെക്കുറിച്ചാണ്. സാഖ്യയോഗങ്ങളിൽ 4 യോഗങ്ങളെപ്പറ്റി നാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 5ാമത്തെ യോഗമായ ശൂലയോഗത്തെക്കുറിച്ചാണ്. എന്താണ് ശൂലയോഗമെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. സപ്തഗ്രഹങ്ങളും രാഹുകേതു ഒഴിച്ചുള്ള മറ്റ് 7 ഗ്രഹങ്ങളും 3 രാശികളിലായി വരികയാണെങ്കിൽ ആ യോഗത്തിനാണ് നാം ശൂലയോഗമെന്ന് പറയുന്നത്. ശൂലയോഗം അത്ര നല്ല ഒരു ശുഭത്വമുള്ള യോഗമായി ആചാര്യൻ പറഞ്ഞിട്ടില്ല. മറ്റ് ഗ്രഹങ്ങളൊക്കെ തന്നെ വല്ലകി അഥവാ വീണായോഗം, ദാമയോഗം, പാശയോഗം, കേദാരയോഗം വരെ നല്ല അനുഭവ സമ്പത്താണ് വ്യക്തിക്ക് നൽകുക. ഇവിടെ സപ്തഗ്രഹങ്ങളും 3 രാശിയിൽ നിൽക്കുമ്പോൾ ആ യോഗത്തിൻ്റെ പേരാകുന്നു ശൂലയോഗം. എന്താണ് ശൂലയോഗമെന്ന് ആചാര്യൻ ഇപ്രകാരം നമ്മെ ഉപദേശിക്കുന്നു. ശ്രദ്ധിക്കുക. ശൂരക്ഷതോ വധരുചിർ വിധനശ്ച ശൂലേ. നല്ല ഒരു ഫലമല്ല. ശൂലയോഗത്തിൽ ജനിച്ച വ്യക്തി ശൂരഹ, അദ്ദേഹം ശൗര്യം പ്രകടിപ്പിക്കും, സാഹസികനായിരിക്കും. സാഹസികത എന്ന വാക്കിന് ജ്യോതിഷത്തിൽ എത്രത്തോളം അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ അടുത്ത ഭാഗത്തിലേക്ക്, ശ്ലോകത്തിൻ്റെ ഭാഗത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ. ഈ ശൗര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തി സാഹസവാൻ. യത്കാര്യന്തു യഹ അസമീക്ഷ്യ കരോതി. യാതൊരു വ്യക്തിയാണോ ചിന്തിക്കാതെ എടുത്തു ചാടി പുറപ്പെടുന്നത് അയാളാണ് സാഹസവാൻ, സാഹസി എന്ന വാക്കിനർത്ഥം. അപ്രകാരം ഇദ്ദേഹം ശൂലയോഗത്തിൽപ്പെട്ട വ്യക്തി എങ്ങനെയായിത്തീരും? ക്ഷതഃ, ശരീരത്തിന് പല രീതിയിലുള്ള മുറിവുകൾ ഉണ്ടാകുന്നു. പല അക്രമവാസനകളിലും അദ്ദേഹം പോകുന്നു. അതിനടുത്ത വാക്ക് അതിനെക്കാട്ടും ശ്രദ്ധിക്കേണ്ട വാക്കാണ് വധരുചിഹി. ഇദ്ദേഹത്തിന് വധവിഷയത്തിൽ താല്പര്യമുണ്ടാകും. അതിനാൽ സംഘട്ടനങ്ങൾ, മറ്റേ ആളുകളെ ഉപദ്രവിക്കുക, വധിക്കാൻ പോലും തയ്യാറാകുന്ന മാനസികാവസ്ഥ ഈ വ്യക്തിക്കുണ്ടാകും. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം. ശരീരത്തിന് മുറിവുകൾ ഉണ്ടാകുക, തർക്കമുണ്ടാകുക, അതിൽ പ്രകോപിതനായി ആയുധങ്ങൾ എടുക്കുക, ഇതൊക്കെ ശൂലയോഗത്തിൽപ്പെട്ട വ്യക്തിയുടെ സ്വഭാവമാണ്. അവസാനത്തെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. വിധനശ്ച. അദ്ദേഹം വിഗതം ധനം യസ്യസഹ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശുമുണ്ടാകില്ല. അതിനാൽ കാശില്ലാത്ത സമയത്തൊക്കെ കാശുണ്ടാക്കാൻ വേണ്ടി ഏത് വേഷവും ധരിക്കും. അക്രമോത്സുകനാകുക, സമൂഹത്തിന്, സമാജത്തിന് എന്തു തോന്നിയാലും തനിക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ അക്രമകാരിയാകുന്ന ഒരു ഭീകരമായ യോഗമായിട്ടാണ് ശൂലയോഗത്തെ ആചാര്യൻ വർണ്ണിച്ചിരിക്കുന്നത്. ശ്രദ്ധിക്കുക. നമ്മുടെ കുട്ടികളുടെ ജാതകത്തിൽ ഇപ്രകാരമുള്ള യോഗമുണ്ടെങ്കിൽ, ശൂലയോഗമുണ്ടെങ്കിൽ, അവരുടെ ബാല്യകാലത്ത് തന്നെ അവരെ ചിട്ടയായി നല്ല രീതിയിൽ വളർത്താൻ രക്ഷിതാക്കൾ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവർ സമൂഹത്തിന് നാളെ ഒരു വലിയ ബാധ്യതയാകും. കുടുംബക്കാർക്ക്, വീട്ടുകാർക്ക് ബാധ്യതയാകുന്നൊരവസ്ഥ ഉണ്ടാകും. ശ്രദ്ധിക്കുക. നമസ്തേ.